വെൽക്കം ബാക്ക് യൂട്യൂബ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ബൈക്ക് എടുത്തിട്ട് 1 ഇയർ ആയിരിക്കുന്നു. അപ്പോൾ തുടങ്ങാം ഒരു 1 ഇയർ ഓണർഷിപ്പ് റിവ്യൂ. രാവിലെ തന്നെ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ പൊന്മുടിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു 1 ഇയർ ഓണർഷിപ്പ് റിവ്യൂ എടുക്കുമ്പോൾ നല്ലൊരു ഹിൽ സ്റ്റേഷനിൽ തന്നെ പോയി ചെയ്യാമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതിരാവിലെ ഇറങ്ങിയതുകൊണ്ട് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയമായതുകൊണ്ടും ക്യാമറയിൽ നല്ലപോലെ വെട്ടം കയറി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് യാത്ര നല്ല സുഖകരമായി തന്നെ തുടരാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്ന മിക്ക പേർക്കും ഈ വഴി സുപരിചിതമായിരിക്കും. കാരണം ഇത് പേരൂർക്കടയാണ്. ഞാൻ പേരൂർക്കട വഴി നെടുമങ്ങാട് ടച്ച് ചെയ്താണ് പൊന്മുടിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. കൂടാതെ ഇന്നൊരു അവധി ദിവസം കൂടെയാണ്, അതുകൊണ്ട് റോഡിൽ തിരക്ക് കുറവാണ്. ഏകദേശം 50-60 കിലോമീറ്ററോളം ദൂരമുണ്ട് കേശവദാസപുരത്തിൽ നിന്നും പൊന്മുടിയിലേക്ക്. പിന്നെ ട്രിവാൻഡ്രംകാരുടെ ഫേവറേറ്റ് പ്ലേസ് കൂടിയാണല്ലോ ഈ പൊന്മുടി. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യാത്ര അതിസുന്ദരമാണ്. കാരണം റോഡിൽ തിരക്ക് കുറവും നല്ല വിശാലമായ റോഡും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ഹോർണറ്റ് 2.0 2024 എഡിഷൻ. ആളെ ഹോർണറ്റ് 2.0 എന്ന് വിളിക്കുവാണെങ്കിലും ബൈക്കിൻ്റെ കപ്പാസിറ്റി 184 cc മാത്രമാണ്. ഒരു 200-നെ വെച്ച് കമ്പയർ ചെയ്യാൻ ഇവനെ പറ്റൂല. എന്നിരുന്നാലും ആൾ ചില്ലറക്കാരനൊന്നുമല്ല. ഹോണ്ടയുടെ ബ്രാൻഡിങ്ങിൽ വരുന്ന ഈ ഒരു ഹോർണറ്റ് 2.0 നല്ലൊരു ബൈക്കാണ്. നമുക്ക് ട്രാഫിക്കിലും ലോങ് റൈഡിനും ഈസിയായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബൈക്ക്. ആൾ ഹോണ്ടയുടെ ബ്രാൻഡിങ് ആയതുകൊണ്ട് തന്നെ നല്ല എൻജിൻ റിഫൈൻമെൻറ്റും നല്ല സ്വീറ്റ് സൗണ്ടുമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് എന്നതാണ് ഈ ബൈക്കിൽ ഞാൻ കണ്ട ഒരു പോരായ്മ. നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്നൊരു ഫീലും ലഭിക്കാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ എർഗണോമിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല കംഫർട്ടാണ് ലഭിക്കുന്നത്. ബൈക്കിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീല് തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാലും ഹാൻഡിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് സ്പോർട്സ് മോഡിലാണ് നമ്മളിതിലിരിക്കുന്നത്. പ്രോപ്പർ അപ്രൈറ്റുമല്ല, പ്രോപ്പർ റേസിംഗ് ടൈപ്പുമല്ല. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സസ്പെൻഷൻ. ഈ ബൈക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാർഡർ സെക്ഷനിലാണ്. 2 സസ്പെൻഷനും നല്ലതാണ്. ഷോവയുടെ USD ഫോക്സ് ആണ് ഈ ബൈക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർണറിങ് നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് ഈ ബൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒന്നാണ് മൈലേജ്. എനിക്ക് ഈ ബൈക്കിൽ നോർമലി 45 എബോവ് ലഭിക്കാറുണ്ട്. മിക്ക ടൈമിലും 50 എറൗണ്ടാണ് എനിക്ക് ഈ ബൈക്കിൽ ലഭിച്ചിട്ടുള്ളത്. പിന്നെ പ്രോപ്പർ ഗിയർ ഷിഫ്റ്റിങ്ങും ലൈറ്റ് ക്ലച്ചും ഈ ബൈക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമുക്ക് ലോങ് റൈഡിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കോൺഫിഡൻസോടെ മുന്നേറാൻ ഈ ബൈക്കിന് സാധിക്കുന്നുണ്ട്. ഡെയിലി യൂസിനും കമ്മ്യൂട്ടർ ബൈക്കായിട്ടും ലോങ് ട്രിപ്പിനും ഈ ബൈക്ക് ഒരുപോലെ യൂസ്ഫുള്ളാണ്. 0 to 60 പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കോൺഫിഡൻസോടെ ഓവർടേക്കിങ്ങും ഹൈ സ്പീഡ് റേസിങ്ങിനും ഈ ബൈക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഇഷ്യൂ ആണ് ഓയിൽ ലീക്ക്. അതെ ഗൈസ്, ഈ ബൈക്കിൽ ഓയിൽ ലീക്ക് ഉണ്ട്. ഞാൻ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം. ഇതിൽ കാണുന്നത് പോലെ ഈ ബൈക്കിൽ ഓയിൽ ലീക്ക് ഉണ്ട്. അത് ആക്ച്വലി ഡ്രെയിൻ നട്ടിൻ്റെ ലീക്കാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ഇത് ആക്ച്വലി ന്യൂട്രൽ സ്വിച്ച് ഓയിൽ ലീക്കാണ്. അത് ഷോറൂമിൽ കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിനെപ്പറ്റി ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത് മിക്ക ബൈക്കിനും അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഹോർണറ്റ് 2.0, CB 200X, ഈവൻ യൂണിക്കോണിൽ വരെ സ്വിച്ച് ഓയിലിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു സീരിയസ് ഇഷ്യൂ ആണ്. പക്ഷേ ഇതെങ്ങും നോട്ടീസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ദൂരയാത്ര പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണേ. ഇത് എല്ലാവർക്കും വരുന്ന ഇഷ്യൂ ആണോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ സർവീസിനെ പറ്റിയാണ് പറയാനുള്ളത്. ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്ത് സർവീസ് ചെയ്തിട്ട് എനിക്കിതുവരെ ഒരു ഷോറൂം പോലും സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടില്ല. ഒരു പ്രമുഖ ഷോറൂമിൽ ഞാൻ സർവീസിന് കൊടുത്ത ശേഷമായിരുന്നു എനിക്ക് ABS ലൈറ്റിൻ്റെ ഇഷ്യൂ വന്നിരുന്നത്. അത് കാരണം ബ്രേക്കിൻ്റെ നോർമൽ ഫീല് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ബ്രേക്ക് പ്രോപ്പർ ആയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഫീല്.
പക്ഷേ നോർമലി ഈ ബൈക്കിന് അടിപൊളി ബ്രേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ABS യൂണിറ്റിൽ എന്തോ ഒരു ഇഷ്യൂ കാരണമാണ് എനിക്ക് പ്രോപ്പർ ബ്രേക്കിംഗ് ഇപ്പോൾ സെറ്റാകാത്തത്. ബ്രേക്കിങ്ങും ഓയിൽ സീൽ ലീക്കും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ബൈക്കിൽ വേറൊരു ഇഷ്യൂവും തോന്നിയിട്ടില്ല. നമ്മൾ എത്ര യൂസ് ചെയ്താലും എത്ര ഹാർഡ് കോർ യൂസ് ചെയ്താലും ബൈക്ക് സ്റ്റിൽ ന്യൂ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുമല്ല, പുതിയ ഹോണ്ട ഹോർനെറ്റ് 2.0 റിലീസായതുകൊണ്ട് ഈ 2024 എഡിഷന് വിലയും കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തപ്പോൾ ഏകദേശം 1.72 lakhs ആയിരുന്നു എക്സ് ഷോറൂം റേറ്റ്. ഇപ്പോൾ അത് 1.6 തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊറ്റ വാക്കിൽ തന്നെ പറയാം, ഇതൊരു വാല്യൂ ഫോർ മണി ബൈക്ക് തന്നെയാണ്. സ്പെയർ പാർട്സിനും എല്ലാത്തിനും പൊതുവെ വിലക്കുറവാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഹോർനെറ്റ് 2.0. അടിപൊളി ബൈക്കാണ്. അങ്ങനെ നമ്മൾ പൊന്മുടിയിലേക്ക് എത്താറായിരിക്കുന്നു. ഇവിടെയാണ് മീൻമുട്ടി വാട്ടർഫോൾസും സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ട്രക്കിങ്ങിന് വേണ്ടി മീൻമുട്ടി വാട്ടർഫോൾസ് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ട്രിവാൻഡ്രം എന്നൊരു നഗരഭംഗിയിൽ നിന്നും ഗ്രാമഭംഗിയിലേക്ക് ചേക്കേറുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ കവാടത്തിലേക്ക് റീച്ചായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പൊന്മുടി ഹിൽ ടോപ്പിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ. അങ്ങനെ ടിക്കറ്റ് എടുത്തു. അഡൽറ്റിന് 40, ബൈക്കിന് 20. ഇതാണ് പൊന്മുടി സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഇവിടെ നിന്നാണ് 22 ഹെയർപിൻ വളവുകൾ സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇവിടെ ശ്രദ്ധിച്ചത്, ഇവിടെ ബങ്കി ജമ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ ഇപ്പോൾ ഒരു മൂഡില്ലാത്തത് കൊണ്ട് നേരെ പൊന്മുടിയിലേക്ക് തന്നെയാണ് എൻ്റെ യാത്ര. പിന്നെ പൊന്മുടിക്കൊരു പ്രത്യേകതയുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. അതിനെ ഗോൾഡൻ വാലി എന്നാണ് വിളിക്കുന്നത്. എന്താണെന്ന് ഇന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഗോൾഡൻ വാലിയിലേക്ക് റീച്ചായിട്ടുണ്ട്. രക്ഷയില്ല, ഓരോ വ്യൂവും അടിപൊളി. നിർത്താതെ വീശുന്ന കാറ്റും പ്രകൃതിയുടെ ഭംഗിയും ഒരു രക്ഷയില്ല ഇവിടെ. പിന്നെ നമ്മളെല്ലാം നോക്കുന്നതും ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ഫീലാണ്. എവിടെ തിരിഞ്ഞാലും എല്ലാം ഒരു ഫ്രെയിം തന്നെ. വാട്ട് എക്സ്പീരിയൻസ് മാൻ. പിന്നെ സീസൺ ടൈം വരുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ വ്യൂ ഒന്നും കിട്ടാറില്ല. ഫുള്ള് കോടയണിഞ്ഞ ഒരു പൊന്മുടി, അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ മലയിൽ വെച്ചായിരുന്നു ഹാരിയർ EVയുടെ ആഡ് ഷൂട്ട് ചെയ്തതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതല്ല പൊന്മുടി, ഇതിന് കുറച്ചുകൂടി അങ്ങോട്ട് പോകാനുണ്ട്. ഞാൻ പോയിട്ടില്ല. ഞാൻ ഇവിടെ വെച്ചാണ് എൻ്റെ വണ്ടിയുടെ കുറച്ച് സ്റ്റിൽസ് എടുത്തിരിക്കുന്നത്. ഐ ലൈക്ക് ദിസ് പ്ലേസ് മോർ ദാൻ ദാറ്റ്. ഈ പച്ചപ്പിനിടയിലൊരു റെഡ് ബീസ്റ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.